മാന്തി അങ്ങോട്ട് എടുക്കണം. എന്നിട്ടിങ്ങനെ ഈ ചുവന്നുള്ളിയിൽ നിന്ന് ഇങ്ങനെ ഞെക്കി ഇങ്ങനെ പുറത്തോട്ടിടണം. ചുവന്നുള്ളി അല്ലോ വറ്റൽമുളകിന്ന്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ്, നിന്നെയല്ല ഇത് എത്രാമത്തെ ഇൻട്രോടുപ്പാന്നറിയാം. ഈ കുട്ടിക്കുരിപ്പ് കാരണം ഞാൻ എടുത്തെടുത്ത് മടുത്തു. വെൽക്കം ടു യൂട്യൂബ് ചാനൽ. പറ ഗൈസ്, ചെയ്യാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ചമ്മന്തിയാണ് ഉദ്ദേശിക്കുന്നത്. ഷാൻജി ആണെന്നുള്ളപ്പോൾ എന്ത് പാട്. അപ്പൊ ബിക്കോസ് ഇവിടെ അമ്മയും അച്ഛനും ഇല്ല, സോ ഞാനാണ് ഇന്നത്തെ വിട്ട് കുടുംബിനി പ്ലസ് ഗൃഹനാഥ. പൂക്കുനും എല്ലാം ഒക്കെ കൊടുക്കണ്ടേ, കൊച്ചിനും എല്ലാം ഒക്കെ കൊടുക്കണ്ടേ, അതൊക്കെ കൊടുക്കാൻ. അക്രമ ലിപ്സ്റ്റിക് ഇട്ടതാ ഇച്ചിരി കൂടിപ്പോയി. അക്രമി തന്നെ കയറി ഇരുന്നതാ ഞാൻ സംസാരിച്ച ഗ്യാപ്പില്. വെരി ഡേഞ്ചർ ബോയ്. നമുക്ക് ആദ്യമായിട്ട് കാണാമോ നുല്ലാരക്ക് കുറുക്കുണ്ടാക്കാം. കുറുക്ക് ഇവന് ദോശ ഓൾറെഡി ഞാൻ കൊടുത്തു. നമുക്ക് കുറച്ച് കുറുക്ക് കൂടെ ഉണ്ടാക്കാം. കുറുക്കുണ്ടാക്കട്ടെ. ഇവന് ഞാൻ ദോശ ഒരെണ്ണം കൊടുത്തു വെച്ച് അവന് വിശക്കുന്നുണ്ടാവും. അപ്പോൾ കുറുക്കൂടെ കൊടുത്ത് സമാധാനിപ്പിക്കാം. അത് റെഡിയാക്കട്ടെ. അപ്പൊ ഞാൻ ചമ്മന്തിക്ക് വേണ്ടുന്ന തേങ്ങ അരച്ചു, ചുവന്നുള്ളിയും പൊളിച്ചു. ഇനി നമുക്ക് 2 ഐറ്റം കൂടെ വേണം. ഒന്ന് പച്ചമുളക്, ഒന്ന് കറിവേപ്പില. അപ്പൊ നമുക്കത് പോയി പറിച്ചിട്ട് വരാം. നമുക്ക് പച്ചമുളകൊക്കെ വീട്ടിലുണ്ട്. കണ്ടോ എത്ര എണ്ണം വേണം? 1 2 2 ഇരിക്കട്ടെ. 2 വേണം, ചെറുത് മതി. 2 പറിച്ചേക്കാം. ഇപ്പൊ 2 പച്ചമുളക് എടുത്തു. ഓക്കെ, പച്ചമുളക് അത് ഫോക്കസ് ആവത്തില്ല. 2 പച്ചമുളക് ഹോം എടുത്തു. നമുക്ക് കറിവേപ്പില. ഈ കറിവേപ്പ് ഏകദേശം ഉണങ്ങി ഡെഡായ സ്ഥിതിക്കും കപ്പറ പോയി പറിക്കണം. വേണ്ട, 2-3 തണ്ടിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഇതെന്ന് തന്നെ പറിക്കാം. 2-3 കറിവേപ്പിലയും കൂടെ പറിക്കാം. കറിവേപ്പിലയും പറിച്ചു, പച്ചമുളകും പറിച്ചു. ഇത് 2 കൂടെ മതിയായിരുന്നു. ഓക്കെ, എനിക്ക് വൃത്തിയാക്കി എടുക്കാം. ഞാൻ പരിപാടിക്ക് വേണ്ട പച്ചമുളകും കൂടി ഇത്രയും എടുത്ത് വെച്ചേക്കാം. കാരണം പിന്നെ തപ്പണ്ടല്ലോ, റെഡിയാക്കി വെക്കാം. ഒരു 3 പച്ചമുളക് എടുക്കാം. ഓക്കെ, 3 മതിയായിരിക്കും. അറിയത്തില്ല, ഞാൻ ഇത് എന്നും ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഭയങ്കര നന്നായിട്ടൊന്നും അറിയത്തില്ല. ചെയ്യാം. മിക്സിയുടെ ജാറിലേക്ക് എല്ലാം ട്രാൻസ്ഫർ ചെയ്യാം. ചിരവി വെച്ച തേങ്ങ വലിയ മുക്ക് കണക്കരാ പറയുന്നത്, എനിക്കൊന്നും കഴിക്കത്തില്ല. ചുവന്നുള്ളി, കുറച്ച് ചുവന്നുള്ളി. ഏതെങ്കിലും മിസ്സായി നിങ്ങൾ എന്നെ ഒന്നും പറയില്ല. 2 പച്ചമുളക്. ഫ്രഷ് കപ്പാന്ന് വെച്ച കേട്ടോ, ഫ്രഷിനെ ഇത്ര വെച്ച കേട്ടോ. ഇനി ലേശം ഉപ്പിടാം. ഉപ്പ് കൂടെ ഇട്ട് അരച്ചങ്ങോട്ട് എടുക്കാം. കുറച്ച് വെള്ളം, കുറച്ച് പാനിയും കൂടെ ഒഴിക്കാം. നമുക്ക് 2 കറക്ക്, 2-3 കറക്ക് കറക്കിട്ട് കഴിഞ്ഞു. നമുക്ക് അടുത്തിട്ട് പാത്രം റെഡി. നമ്മുടെ നിങ്ങൾക്ക് എൻ്റെ സ്റ്റൈല് കാണുമ്പോൾ അറിയാൻ വലിയ പിടുത്തൊന്നും ഇല്ലാത്താണ്. ഞാൻ എന്തൊരു മണ്ടിയാ അങ്ങനെ വെച്ചാ പോരി. എൻ്റെ ഒരു മണ്ടത്തരം. ഗ്യാസ് ഓൺ ചെയ്യാം. അങ്ങോട്ട് ഇവിടെ വെക്കാം. ചൂടാവട്ടെ, കാണാമല്ലോ. ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. അതിനുശേഷം നമ്മൾ കടുക് വെക്കണം. അതിനായിട്ടുള്ള എണ്ണ കടക്കണം. മതിയായിരിക്കും. അതിനകത്തോട്ട് ഇനി കടുക് ഇടണം. കടുക് പൊട്ടിത്തെറിക്കും. മാറി മാറ്റി നമുക്ക് ഉമ്മച്ചം വേണ്ടിട്ടൊരു ഉണ്ടോ പൊട്ടിത്തെറിക്കുന്നേ.
പുകയാണ്. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ചുവന്നുള്ളി ഇടാം അല്ലേ? ഉള്ളി പറയും. ചുവന്നുള്ളി നന്നായി മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് എന്തായാലും ഇതല്ലേ കറിവേപ്പില ഇടാം. മൂക്കട്ടെ ഒഴിച്ച് 2 കുലുക്ക് കുലുക്കി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില എഴുതിയില്ല. നിങ്ങൾ ഈ ഓർഡറാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെതായ എനിക്ക് അറിയാൻ വയ്യാത്ത ഒരാൾ ചെയ്യുന്നതിൻ്റെ അപകടം നിങ്ങൾ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും. ഈ മറ്റേ മുളക് പൊടി ഇടാം. അപ്പൊ നിങ്ങളൊക്കെ എനിക്ക് ക്ഷമിച്ചു തരണം. ഇതിനകത്ത് ഒഴിക്കണം. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണത്തില്ലല്ലേ. സോറി ഗൈസ്. ഇങ്ങനെ കുറേ കിടക്കും. ഗൈസ് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കാണുമോ? വെള്ള ചമ്മന്തിയാണേ. ടേസ്റ്റ് ഒന്നും നോക്കിയില്ല. ഉപ്പൊക്കെ ഉണ്ടോ ഞാനൊരു കില്ലാടി കൊള്ളാം. സത്യമായിട്ട് ദോശ ഇടാം. ഉപ്പിനത് മഞ്ഞ നമുക്ക് റൗണ്ട് ദോശയാണ്. റൗണ്ട് ദോശയാണ് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പം കേട്ടോ. നമ്മളെ ചതിക്കത്തില്ല. നമ്മൾ ചതിക്കല്ലേ മുന്നേ ഞാൻ പറയുകയും ചെയ്തു. അയ്യോ, എന്നെ കാണിക്കാൻ വന്ന എൻ്റെ മുഖം ഇതില് ടേസ്റ്റ് ആവും. ഇതാണ് കാർബൺ ഡയോക്സൈഡിനെ ദോശ പുറം തള്ളുന്നാലും ബബിൾസ് പൊട്ടി പൊട്ടി. മനസ്സിലായോ? അങ്ങനെയാണത് വെന്തു നമ്മൾ മനസ്സിലായി. ഈ വെള്ള കളർ മാറി അതൊരു ഡ്രൈ ആയിട്ട് അപ്പോഴാണ് കറക്റ്റ് തിരിച്ചിടാറായെന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ദോശ ചുടൽ ട്യൂട്ടോറിയലാണ്. ട്യൂട്ടോറിയൽ ബൈ ആകാം. ഓക്കെ, തിരിക്കാം. സുട്ട് സുട്ട് ദോശ, സുട്ട് സുട്ട് ദോശ, ഞാൻ ചുട്ട ദോശ, ഞാൻ സുട്ട ദോശ. ഒരു ദോശ മതി. ആവി പറക്കോട്ടിക്കടം അടുത്തതിനാള് കേട്ടിട്ടോ? പുനലൂര് വെച്ച് വെച്ചത് സൂപ്പർ ആയിരുന്നു. നീ അങ്ങോട്ട് നീങ്ങി നിൽക്കും. നല്ല ഫോക്കസ് ആവും. നല്ല എന്നെ ഫോക്കസ് ആവും. സത്യമായിട്ട് സൂപ്പർ. താങ്ക് യു. എനിക്കാ ഉമ്മ അവളം കൊടുത്തത്. ദോശ ഒരു മുറി ഇങ്ങനെ കീറി എടുക്കുക. ചമ്മന്തി ഇങ്ങനെ മാന്തി അങ്ങോട്ട് എടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഈ ചുവന്നുള്ളി ഇങ്ങനെ ഞെക്കി ഇങ്ങനെ പുറത്തോട്ട് ഇടണം. ചുവന്നുള്ളി അല്ലോ, വറ്റൽ മുളകിന്ന് ഇങ്ങനെ ഞെക്കിയിടണം. എന്നിട്ട് ആ ഭാഗം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഈ വീണ്ടും മാന്തി എടുക്കുക. ഗായ്സ്, അപ്പം അത്രേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ചൂടേ ഉള്ളു കഴിച്ചിട്ട്.